സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. രാത്രി 7 മണിക്ക് ശേഷം ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചെന്നും പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതി കുറഞ്ഞെന്നുമാണ് വിശദീകരണം. വിവരങ്ങളുമായി ദിലീപ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്. അത് ഇപ്പോഴല്ല, ഈ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ആ പ്രശ്നങ്ങൾ കുറേയധികം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതുവരെ അതിലൊരു പരിഹാരം കണ്ടെത്താൻ നിലവിലത്തെ സർക്കാരിന് കഴിയുന്നില്ല. വൈദ്യുതി മന്ത്രിയാകട്ടെ ഇവിടെ പ്രതിസന്ധി ഉണ്ട്, അത് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരമില്ല. ദിലീപ്, പ്രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വൈദ്യുത മന്ത്രിയായ സണ്ണി ജോസഫാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് മുതൽ എന്തായാലും ഏകദേശം അരമണിക്കൂറെങ്കിലും വൈദ്യുതി ലോഡ് ഷെഡിംഗ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ സേവിങ്സ് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം ഇപ്പോഴത്തെ നിരക്കെന്ന് പറയുന്നത് 300 മുതൽ 400 മെഗാ വാൾട്ട് വരെ അധികമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ അന്തരീക്ഷ താപനില വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ലോഡ് ഷെഡിംഗ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ കുറച്ചു നാളത്തേക്കെങ്കിലും വൈദ്യുതി നിയന്ത്രിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ വൈദ്യുതി സംരക്ഷിക്കാൻ സാധിക്കൂ എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കടമെടുത്ത വൈദ്യുതി ഇപ്പോൾ തിരികെ നൽകേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അനുസരിച്ചാണ് ഇപ്പോൾ എന്തായാലും ലോഡ് ഷെഡിംഗ് നടത്തേണ്ട സാഹചര്യം എന്നാണ് മന്ത്രി വ്യക്തമാക്കിയതും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയധികം പ്രശ്നമാകുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനി ഏകദേശം 5 കളി മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും ഈ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോഡ് ഷെഡിങ് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ ഫാൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രജിത്ത്. ഓക്കെ ദിലീപ്, ഫുട്ബോൾ മാത്രമല്ല, പഠിക്കുന്ന കുട്ടികളെയും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നമുള്ള ആളുകളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രിയിലെ പവർ കട്ട് അതത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് പറയാനല്ല ഒരു മന്ത്രി വേണ്ടത്, മറിച്ച് അതിന് പരിഹാരം കണ്ടെത്താനാണ്.